ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് സ്കോഡ കൈലാക്കിന്റെ സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ്. കൈലാക്കിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഇതാണ്. കാരണം ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ കുറവാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. പുതിയ സ്കോഡ കൈലാക്കിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഈ സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. കാരണം ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൽ കുറവ് വരുന്നത്. എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ സ്കോഡ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന്റെ ഒരു എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഒരു ടിപ്പിക്കൽ സ്കോഡ ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ആ ഒരു ബട്ടർഫ്ലൈ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ആ ഒരു തനത് സ്കോഡയുടെ ലുക്ക് കാര്യങ്ങൾ തരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് LED DRL പ്ലസ് 10 ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് ഡ്യുവൽ സോൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. ഫോഗ് ലൈറ്റ് ഒന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കാണാം. അതൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു 189 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എവിടെയൊക്കെയോ കോഡിയാക്കിൻ്റെ ഒക്കെ ഒരു ചെറിയ ലുക്ക് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഡിഫറൻസ് വരുന്നത് വശങ്ങളിലാണ്. വശങ്ങളിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ച് ഒരു സിൽവർ കളറിലുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഇത് 205/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. നടുക്ക് സ്കോഡയുടെ ഒരു ഗ്രിൽ ലോഗോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് മിറേഴ്സിൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു സൈസ് നമുക്ക് ഫീൽ ചെയ്യാം. കാര്യം ഒരു ചെറിയ വാഹനമായിട്ട് തോന്നുമെങ്കിലും അണ്ടർ സബ് 4 മീറ്ററിലാണ് വരുന്നത്. 3995 mm ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വിഡ്ത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1783, ഹൈറ്റ് 1619. നമ്മുടെ ബ്രസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ വാഹനമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിന് വീൽ ബേസ് 2566 mm വീൽ ബേസ് വരുന്നുണ്ട്. അപ്പോൾ സെഗ്മെന്റിൽ അത്യാവശ്യം വലിയ വീൽ ബേസ് ഉള്ള ഒരു വാഹനമാണ് നമ്മളുടെ കൈലാക്ക്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോർ ഹാൻഡിൽസിലെല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. കീലസെൻ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് റെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ബ്ലാക്ക് കളറിലാണ് നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് ഫംഗ്ഷനിലാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ്. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കൈലാക്കിൻ്റെ ഡോറുകൾ. മറ്റു വാഹനങ്ങളുടെ ഡോറ് ഈ ഒരു പൊസിഷനിൽ എൻഡ് ചെയ്യുമ്പോൾ കൈലാക്കിൻ്റെ ഫുൾ താഴെ വരെ ഡോറുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മഡ് കാര്യങ്ങളിലൊക്കെ പോവുക, ചെളി ആയാലും ഈ വശത്ത് ചെളി കാര്യങ്ങളാവില്ല. അത് നമ്മുടെ പാൻറ്റിലോ ഷൂസിലോ ഒന്നും തട്ടാനായിട്ടുള്ള സാധ്യതകളില്ല. അപ്പോൾ അതൊരു കൈലാക്ക് അല്ലെങ്കിൽ സ്കോഡ വാഹനങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. ഇനി ബാക്കിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനം ഒരു ചെറിയ വാഹനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇത്രയും വലിയ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ചെറിയൊരു ടൈൽ ലൈറ്റുകളാണ്. നമ്മളുടെ പോളോയിലൊക്കെ ഇൻസ്പയർഡ് ആയ ഒരു ടൈൽ ലൈറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്യാം. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ചെറിയൊരു സ്പോയിലർ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ ഗ്ലാസ് D4 ഗ്ലാസ്സുകളാണ്. ഈ വേരിയന്റിൽ വൈപ്പർ വരുന്നില്ല. 2 ലക്ഷം രൂപയുടെ കുറവാണ് ടോപ്പ് എൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു കോസ്റ്റ് കട്ടിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ സ്കോഡ എന്ന് പറഞ്ഞാൽ വലിയൊരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വലിയ ബ്ലാക്ക് സ്ട്രിപ്പ് പോകുന്നതാണ്. അതിൻ്റെ നടുക്കായിട്ടാണ് ആ ബാഡ്ജും കൊടുത്തിരിക്കുന്നത്. അതെല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് കൈലാക്ക് എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ എഞ്ചിന്റെ ബാഡ്ജിങ്ങോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കിവിടെ ബാക്കിൽ ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. ബമ്പറിൽ ബാക്കിലെ ആ ഒരു ബമ്പറിൻ്റെ അവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സ് കാണാം. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ആയിട്ടാണ് ടൈലൈറ്റ് വരുന്നത്. ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അകത്ത് ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ് രണ്ടും ഹാലജൻ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ലോഗോൻ്റെ നേരെ താഴെ തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേരിയന്റിൽ നമുക്ക് 60/40 സ്പ്ലിറ്റ് ഓപ്ഷൻസ് സീറ്റിന് കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്ത് നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഒരു 15 ഇഞ്ചിൻ്റെ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. 195/65R15 അതാണ് സ്പെയർ വീലായിട്ട് വരുന്നത്. അത് സ്റ്റീൽ വീലുകളാണ്. ടയർ പഞ്ചറങ്ങാനും ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പഞ്ചർ സ്റ്റേഷൻ വരെ എത്തുക എന്നുള്ളതാണ് സ്പെയർ വീലിൻ്റെ ഉദ്ദേശിക്കുന്നത്. 446 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത് സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ
ഇന്ത്യയിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ഈ ടെയിൽ ഗേറ്റ് ഒക്കെ അടയ്ക്കുമ്പോൾ നമുക്ക് ഈ വാഹനം എന്തോരം സ്ട്രോങ് ആണെന്ന്, അതുപോലെ തന്നെ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് എന്തോരം സ്ട്രോങ് ആൻഡ് സോളിഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ അടയ്ക്കുന്ന സമയത്ത് ചെയ്യുന്ന തക് സൗണ്ടൊക്കെ നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻറ്റിൽ. അതൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം എടുത്ത് പറയേണ്ടതാണ്. ആ സിൽവർ ടച്ച് ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് ഈവൻ ഡോർ ഹാൻഡിൽ പിടിക്കുമ്പോൾ പോലും കിട്ടുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ടോപ്പെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലും താഴെ നമുക്ക് ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഒരു ഡ്യുവൽ ടോൺ കളർ കാണാനായിട്ട് പറ്റും. ടോപ്പിൽ നമുക്ക് ഒരു ബ്ലാക്കും ഒരു ലൈൻ ആയിട്ടാണ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്ലിപ്പ് കീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് കീലെസ് എൻട്രി, കീലെസ് ഗോ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ആ ഒരു കീ മോർ ദാൻ ഇനഫ് ആണ്. താഴെ നമുക്കിവിടെ സ്പീക്കർ ഗ്രിൽ കാണാം. അത്യാവശ്യം വലിയൊരു ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇതിനകത്ത് 4 സ്പീക്കറും 2 ട്യൂട്ടറായിരുന്നു. ട്യൂട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സ്പീക്കറിലായിട്ടാണ്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റിൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. അതിന് സൈഡ് പോർഷൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സ്ലാബിയയിലൊക്കെ കണ്ട ആ ഒരു സെയിം സീറ്റുകൾ തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിൽ കൊടുത്തു. ഈ എൻഡിലെല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ നമ്മുടെ ഫോഗ് ലൈറ്റ് ഇതിനകത്ത് ആക്റ്റീവായിട്ടാണ്, ഫോഗ് ലൈറ്റ് അല്ല, പാർക്ക് ലൈറ്റ് ഇതിനകത്ത് ആക്റ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ സി വെൻസിന് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ എ സി വെൻസിനകത്താണെങ്കിലും ആ ഒരു ഇതിനകത്ത് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നതാണ്. കംപ്ലീറ്റ്ലി നമുക്കൊരു പ്രീമിയം വാഹനമായിട്ട് തന്നെ ഈ വാഹനവും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എൻജിൻ പുഷ് ബട്ടൺസ് ആയിട്ട് സ്റ്റിയറിംഗിൻ്റെ സൈഡിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൈലാക് സിഗ്നേച്ചർ പ്ലസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഫീൽ പ്രീമിയം, ടച്ച് പ്രീമിയം, ലുക്ക് പ്രീമിയം അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. കാര്യം നമ്മൾ ടച്ച് ചെയ്യുന്ന എല്ലാ ഭാഗത്തും ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ, ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ കൊടുത്തിരിക്കുന്നു. ലുക്ക് ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് ലുക്കിംഗ് ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫീൽ പ്രീമിയം, നമ്മൾ ഈ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രീമിയം കാറിൽ കയറിയിരിക്കുന്ന എല്ലാ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാനൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഇല്ലാണ്ട് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇന്റീരിയറാണ്. എനിക്ക് ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ചിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇതൊരു 3 ടോൺ കളറാണ്. ഇവിടെ ഒരു ബാംബു ഫിനിഷ് പോലെ തോന്നുന്ന ഒരു ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 2 സ്പോക്കാണ്. അതിന് ചുറ്റും എല്ലാം ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ബ്യൂട്ടിഫുൾ ലുക്കിംഗ് സ്റ്റിയറിംഗ് വീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. ഇതിന് ഇടതുവശത്തായിട്ടാണ് നമുക്ക് ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വലതുവശത്തായിട്ട് നമ്മൾക്ക് വൈപ്പറിന്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോർമൽ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഒരു 10.25 ഇഞ്ചിന്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എംറ്റി അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഓരോ മോഡുകളിലേക്കും അതിന്റെ ഡിസ്പ്ലേ തീമുകളിലേക്കും ചേഞ്ച് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം കൺട്രോൾ ചെയ്യുന്നു സ്റ്റിയറിംഗ് വീലിലെ ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു വേരിയന്റ് തൊട്ട് TPMS ടയർ പ്രഷർ വാർണിംഗിന്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാണാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നാവിഗേഷൻ പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് സ്ട്രേറ്റ് അവേ ആക്സസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസന്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞുള്ളൂ. ഞാൻ ടോപ്പ് എൻഡിൽ നോക്കിയപ്പോഴാണ് ഒരു അട്ടിപ്പണി ക്യാമറയായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഡീസന്റ് ക്യാമറ എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീൻ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്ക്രീനാണ്. അതിനകത്ത് മ്യൂസിക് കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ ഒരു FM പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിട്ടാണ് അതിന്റെ വോയിസ് കാര്യങ്ങൾ വരുന്നത്. അതിന് താഴെയായി AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റുമെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. അതിന് ആ ഒരു AC കൺട്രോളിനകത്ത് നമുക്ക് കാണാം ഒരു എന്താ പറയുക ഒരു ഡയമണ്ട് സിൽവർ ഫിനിഷ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ടച്ചാണ് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്ന് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ, സെൻട്രൽ ലോക്കിങ്ങിന്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ACയുടെ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ടച്ച് ആൻഡ് ഫീൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും പിന്നെ നമ്മളുടെ ഫാൻ സ്പീഡ് കൂട്ടാനാണെങ്കിലും എല്ലാം ഒരു ടച്ച് ഫീലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ടച്ച് ബട്ടൺസ് ആണ്, നമ്മുടെ ഫിസിക്കൽ ബട്ടൺസ് അല്ല കൊടുത്തിരിക്കുന്നത്.
കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 ചാർജിങ് പോർട്ടുകൾ. നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ USB Type C വെച്ചിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ വേരിയന്റിൽ. ടോപ്പ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒരു ടോപ്പ് കാര്യങ്ങൾ സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചേർന്ന് തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതൊരു DSG ഗിയർ ലിവറാണ്. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇവിടെ നമുക്ക് ആ കീ ഹോൾഡ് ചെയ്യാനായിട്ട് ചെറിയൊരു കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലൈഡിംഗ് ഓപ്ഷനോട് കൂടിയ സെന്റർ ആംബ്രസ്റ്റ് ആണ് വരുന്നത്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതിന്റെ ടോപ്പിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എന്തോ ഗ്രാബ് ഹാൻഡിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെൻറ്റർഡ് IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിന് സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്ക് സൺ റൂഫ് വരുന്നില്ല. സൺ റൂഫ് ടോപ്പ് എൻഡ് പ്രസ്റ്റീജ് വേരിയന്റിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഇന്റീരിയർ ആണ്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്തു. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ ഡോറുകൾ തുറക്കുന്നുണ്ട്. നമ്മുടെ കയറി ഇറങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ്. ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് വരുന്നത്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. നമുക്ക് AC വെൻസ് ബാക്കിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകളും കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ടൊരു സെൻറ്റർ ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. ഹൈസെഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാം. സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അവിടെ ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നല്ല മാസീവ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 12 സെൻറ്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണും. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. 2 പേർക്കാണ് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുക. 2 പേഴ്സൺ പ്ലസ് ഒരു കിഡ്, അതാണ് ശരിക്കും കംഫർട്ടായിട്ടിരുന്ന് ഡ്രൈവ് തരിക. നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ല പ്രീമിയം സീറ്റ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളായിട്ട് നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാം. അത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു ഹുക്ക് ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കോഡ കൈലാക്കിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. പിന്നെ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അങ്ങനെ TPMS, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൈലാക്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ സ്കോഡ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വാഹനത്തിൽ കയറി ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സ്ട്രോങ് ആൻഡ് സോളിഡ് കാറായിട്ട് ഇത് ഫീൽ ചെയ്യും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ എഞ്ചിൻ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ TSI പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 116 PS പവറും 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. നമ്മൾ പണ്ട് പോളോയിലും മറ്റേ കുഷാക്കിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് കൈലാക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് 80 ആയിട്ടാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 13-നും 15-നും ഇടയ്ക്ക് ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൈലാക്കിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈലാക്കിന്റെ 4 വേരിയന്റ് ആണുള്ളത്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ്. ബേസ് വേരിയന്റ് ആണ് ക്ലാസിക്. ക്ലാസിക്കിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. ആ വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് 7.89 lakhs ആണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,62,000 രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയന്റ് സിഗ്നേച്ചറിലേക്ക് വന്നാൽ സിഗ്നേച്ചറിൽ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യും. സിഗ്നേച്ചർ മാനുവൽ വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് 9,59,000 രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,61,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 10,59,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,10,000 രൂപയാണ് സെക്കൻഡ് വേരിയന്റായ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ പ്ലസ് വേരിയന്റ് ആണ്. ഇതിന്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,80,000 രൂപയും ഓട്ടോമാറ്റിക്, ഇപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഈ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ 15,28,000 രൂപയും ഓൺ റോഡ് പ്രൈസ് വരും. ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 12,40,000 രൂപയാണ്. ടോപ്പ് വേരിയന്റ് ആയ പ്രസ്റ്റീജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,43,000 രൂപയും
ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 17,69,000 രൂപയാണ്. അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കിന് 17,69,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്കോഡ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ആലുവ മുട്ടത്തുള്ള EVM സ്കോഡയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കൈലാക്ക് മാത്രമല്ല, സ്കോഡയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കൈലാക്കിലെ എല്ലാ വേരിയന്റുകളും റെഡി ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 15,000 രൂപയാണ് കൈലാക്കിന്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. 1,00,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കൈലാക്കിന്റെ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. ഈ EMI കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോർ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ 1,00,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേരിയന്റ് ആണെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.